നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിലെ മാത്സും അതുപോലെ മെൻ്റൽ എബിലിറ്റിയിലും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങളാണ് മാത്സും മെൻ്റൽ എബിലിറ്റിയും ചേർത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ 2016 നടന്ന എക്സാമാണ്. സോ നമുക്ക് അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. സി ഇവിടെ കാണുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയമേ ഒന്ന് ചെയ്തു നോക്കുക. ഉത്തരം ശരിയാണോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ക്ലിയർ? ശരി. ഒന്നാമത്തെ ചോദ്യം പറയുന്നത് എന്താണ്? ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ എ സം ഓഫ് മണി ട്രിപ്പിൾ ഇറ്റ് സെൽഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബീയിങ് എന്താണ് 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയ മോനെ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് മണി ട്രിപ്പിൾ ഇറ്റ് സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ അതോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് അവർ പറഞ്ഞിട്ടില്ല. സോ അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് നമ്മളതിനെ എന്തായിട്ട് എടുക്കേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. ക്ലിയർ? സി ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100 എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്. അതായത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഇൻറ്റു നമ്മുടെ കയ്യിലുള്ള ആദ്യത്തെ മുതൽ എത്രയാണോ അതേ ഇൻറ്റു എന്താണ് റേറ്റ്, നമ്മൾ എടുക്കുന്ന പലിശ എത്ര ശതമാനം പലിശയ്ക്കാണ് അത് ഇൻറ്റു എന്താ ഞാൻ എടുക്കുന്ന സമയം. ഇതാണ് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല. നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ എമൗണ്ട്. സി നമ്മളിപ്പോൾ ഒരു പൈസ ബാങ്കിലിട്ടു, നമുക്ക് കിട്ടുന്ന അവസാനം നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്? എമൗണ്ട് എന്ന് പറയുന്നത്. സിൻഡിറ്റ്സോ ആ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പിൾ പ്ലസ് അതിനോട് എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് എന്ത് എൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് ഞാൻ പറയുന്നത്. സിൻഡിറ്റ്സോ സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ സിമ്പിളായിട്ട് നോക്കി, ഞാൻ ഇട്ടിരിക്കുന്ന ആദ്യം ഞാൻ പി എന്ന് പറയുന്ന എൻ്റെ പ്രിൻസിപ്പിൾ ഞാൻ ബാങ്കിലിട്ടു. കുറച്ച് കഴിഞ്ഞപ്പം അത് എത്രയായിട്ട് മാറി? 3 ഇരട്ടിയായിട്ട് മാറി, 3P ആയിട്ട് മാറിയല്ലോ. സിൻഡിറ്റ്സോ ഇവിടെ നോക്കിയുടെ മോനെ, ഞാൻ പി എന്ന് പറയുന്ന എമൗണ്ട് ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് 3P ആയിട്ട് കിട്ടിയെങ്കിൽ എൻ്റെ ഇതിലത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? 2P അല്ലേ? മുതൽ ഞാൻ സപ്പോസ് ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ 100 രൂപ ഞാൻ ഇട്ടു ബാങ്കിൽ. ഓക്കെ, അത് 3 ഇരട്ടിയായെന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 300 ആണല്ലോ വരുന്നത്. ഇവിടെ നോക്കിയ മോനെ, 100 രൂപ 300 രൂപ എങ്കിൽ എത്ര രൂപ കൂടിയിരിക്കുന്നത്? 200 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? ആ 200 രൂപ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ പലിശയല്ലേ. അതുപോലെ തന്നെയാണ് എൻ്റെ പലിശ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പ്രിൻസിപ്പിളിൻ്റെ 2 ഇരട്ടിയായിരിക്കും. ഇസ്ന്റ് ഇറ്റ് സോ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, എൻ്റെ ഇൻട്രസ്റ്റ് എനിക്കറിയാം എത്രയാണ്? 2P എന്നുള്ളത്. ഇസ്ന്റ് ഇറ്റ് സോ? പ്രിൻസിപ്പിൾ അത് തന്നെയാണ്, മാറത്തില്ല. എൻ്റെ റേറ്റ് എനിക്കറിയാം എത്രയാണ്? 10% ഞാൻ എടുക്കുന്ന സമയമാണ് എനിക്ക് കാണാനുള്ളത്. ഇൻറ്റു എന്താ? ടി ഡിവൈഡ് ബൈ എന്ത് ചെയ്തു? 100 ചെയ്തു. നോക്കിയാൽ മോനെ, ഈ പി വെട്ടിപ്പോവും. 10 100ൽ 10 ടൈംസ് പോവും. നോക്കി, ഈ 10 ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 × 10 20. അതായിരിക്കും ഞാൻ എടുക്കുന്ന സമയം. ദാറ്റ് വിൽ ബി വാട്ട്? ടൈം. 20 വർഷമായിരിക്കും എന്ത് എൻ്റെ പൈസ, ഞാൻ ഇടുന്ന പൈസ എന്താ 3 ഇരട്ടിയാകാൻ എടുക്കുന്ന സമയം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ന്യൂമറിക്കൽ വാല്യൂസ് എടുത്തിട്ടായാലും ചെയ്യാം. സി ഇപ്പം നോക്കിയാൽ 100 രൂപ ഇട്ടത് 300 രൂപയും. സോ എൻ്റെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 200 രൂപയാണ്. മുതൽ എത്രയായിരുന്നു? 100 രൂപ. ഇൻറ്റു ഞാൻ എടുത്ത റേറ്റ് എത്രയാണ്? 10 ഇൻറ്റു ടി ഡിവൈഡ് ബൈ എന്താ? 100. നോക്കി, 100 വെട്ടിപ്പോവും. 10 200ൽ ഒരു 0 വെട്ടിപ്പോവും. ബാക്കി ടി എന്ന് പറയുന്നത് എത്രയാണ്? 20. സോ ആൻസർ വിൽ ബി വാട്ട്? 20 ഇയേഴ്സ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മോനെ എന്താ പറയുന്നത്? ഇഫ് 4 taps ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 10 hours, then how many hours can 6 taps fill the same tank എന്നാണ് ചോദ്യം. ഒരു ടാങ്ക് 4 ടാപ്പ് വെച്ചിട്ട് 10 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യുന്നു. അത് 2 ടാപ്പും കൂടി എക്സ്ട്രാ വെച്ചു, 6 ടാപ്പായി. അപ്പം ഈ ടാങ്ക് എത്ര നേരം കൊണ്ട് ഫില്ല് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ? സി ഇവിടെ വെക്കുന്ന ടാപ്പുകൾ എല്ലാം ഒരേ അളവിലുള്ള ടാപ്പായിരിക്കും വെക്കുന്നത്. അതുപോലെ ഒരേ അളവിലായിരിക്കും എന്ത് വാട്ടർ പമ്പ് ചെയ്യുന്നത്. അതായത് ഒരു ടാങ്കിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന വെള്ളം, ഇപ്പം ടാങ്ക് ഇതാണ്, ഇപ്പം ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം.
ഒരു മണിക്കൂറിൽ നിന്ന് ഇതിൽ നിന്ന് എത്ര ലിറ്റർ വെള്ളം വരുന്നോ അതുപോലെ തന്നെയായിരിക്കും മറ്റു പൈപ്പുകളിൽ നിന്നും വരുന്നത്. അതായത് എഫിഷ്യൻസി സെയിം ആയിരിക്കും എല്ലാ പൈപ്പുകളുടെയും. ഓക്കെ, ശരി. ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഓക്കെ, കിട്ടാത്തവർ ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്കറിയാം ഈ പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? ടോട്ടൽ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കീഴിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്? എന്താണ്? ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന വർക്ക്, അതായത് വർക്ക് പെർ ഡേ ഇൻറ്റു ഞാൻ എടുക്കുന്ന സമയമാണ് എന്ത് എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഈ ടൈമിനെ എന്തായിട്ട് എടുക്കാം? ഡേയ്സ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, കാരണം വർക്ക് പെർ ഡേ. ഈ വർക്ക് പെർ ഡേ എന്ന് പറയുന്നതിന് എന്താണ് നമ്മൾ പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയും അല്ലേ? ഓരോ ദിവസവും എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക്, അത് ഇൻറ്റു ഞാൻ അതിനെടുക്കുന്ന സമയം, അപ്പോഴാണല്ലോ എനിക്ക് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് കിട്ടുന്നത്. സെയിം തന്നെയാണ് ഈ പറയുന്ന ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ ലിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടൽ ലിറ്റർ ഓഫ് വാട്ടർ ഈക്വൽ ടു ലിറ്റർ പെർ അവർ. ഞാനിവിടെ അവറിലാണ് എടുക്കുന്നത്. സോ ഓരോ മണിക്കൂറിൽ എനിക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് ഇൻറ്റു അങ്ങനെ ഞാൻ എത്ര നേരം ആ വെള്ളം പമ്പ് ചെയ്തു. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ എനിക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ലിറ്റർ ഓഫ് വാട്ടർ കിട്ടുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാ പൈപ്പുകളുടെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ വർക്കിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചൊരു ഫോർമുലയുണ്ട്. M1D1H1 ഡിവൈഡ് ബൈ ടോട്ടൽ വർക്ക്, അതായത് ആദ്യത്തെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന വർക്ക് ഈക്വൽ ടു M2D2H2 ഡിവൈഡഡ് ബൈ ടോട്ടൽ വർക്ക് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചതാണ്. ഇസ്ന്റ് ഇറ്റ് സോ? സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മെന്നിന് പകരം എന്താണ്? ടാപ്പുകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഈ മെന്നിൻ്റെ ഇത് വെച്ച് ഞാൻ ചെയ്ത് കാണിക്കാം. ഇവിടെ നോക്കിയിട മോനെ, രണ്ടിലും ഇപ്പം ആദ്യത്തേൽ 4 പൈപ്പ് ഉണ്ടായിരുന്നു, രണ്ടാമത്തേൽ എത്ര പൈപ്പ് ഉണ്ടായിരുന്നു? 1 2 3 4 5 6 പൈപ്പുണ്ട്. ഇസ്ന്റ് ഇറ്റ് സോ? രണ്ടിലും വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് സെയിം ആണല്ലോ. ഇസ്ന്റ് ഇറ്റ് സോ? സോ ഇതിൽ വരുന്ന ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താ? രണ്ടിൽ സെയിം ആയതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇസ്ന്റ് ഇറ്റ് സോ? ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പം മെന്നിന് പകരം ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? ടാപ്സ് ആണ് അല്ലേ? നമ്പർ ഓഫ് മെന്നിന് പകരം എന്താണ്? ടാപ്പിൻ്റെ എണ്ണമാണ്. സോ 4 ഇൻറ്റു ഓക്കെ ഇൻറ്റു അതിനെടുക്കുന്ന ഡേയ്സ് അല്ലെങ്കിൽ എന്താ ടൈം, എത്ര ടൈമാ? 10 മണിക്കൂർ. ഇസ്ന്റ് ഇറ്റ് സോ? ഇസ്ന്റ് ഇറ്റ് സോ? സോ 4 ഇൻറ്റു 10 ഓക്കെ, നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഈക്വൽ ടു, ഇതാണല്ലോ എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ ടോട്ടൽ കപ്പാസിറ്റി, എൻ്റെ ടാങ്കിൽ വരുന്ന വെള്ളത്തിൻ്റെ അളവ് ഇത്രയാണെന്ന് എനിക്ക് പറയാം. ഇസ്ന്റ് ഇറ്റ് സോ? വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ്? 6 ഇൻറ്റു, അതായത് ടാപ്സിൻ്റെ എണ്ണം ഇപ്പോൾ എത്രയായി? 6 ഇൻറ്റു എത്ര വരും? ആ എടുക്കുന്ന ടൈം. ക്ലിയർ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? അതായത് 4 ആൾക്കാർ, അതായത് 4 ടാപ്പ് 10 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് എന്ത് ചെയ്യുന്നു? ഫുള്ളാക്കുന്നു. അതുപോലെ അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ടോട്ടൽ കപ്പാസിറ്റി, അല്ലെങ്കിൽ എന്താ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുന്ന വർക്ക്. സെയിം വർക്ക് തന്നെയാണല്ലോ സെക്കൻഡ് ഗ്രൂപ്പും ചെയ്യുന്നത്. സോ അവിടെ എത്ര പേരുണ്ട്? 6 ടാപ്പുണ്ട് ഇൻറ്റു അവരെടുക്കുന്ന ടൈം. ഓക്കെ, സോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കി മോനെ, 2 ഇതിൽ 2 വട്ടം പോവും, 2 ഇതിൽ 3 വട്ടം പോവും. സോ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്? 20 ഡിവൈഡ് ബൈ 3. അതായിരിക്കും ഞാൻ എടുക്കുന്ന സമയം. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ? 6 2/3 അവർ. ക്ലിയർ? സോ ആൻസർ വിൽ ബി വാട്ട്? 6 2/3 അവേഴ്സ്. ക്ലിയർ? സിമ്പിൾ കൺസെപ്റ്റ് ആണ്. രണ്ടിലും എന്താണ്? ടാങ്കിൻ്റെ കപ്പാസിറ്റി സെയിം ആണ്. സോ ഇത് രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി എച്ച് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഡി നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഡേയ്സ് പറഞ്ഞിരിക്കുന്നു. നമുക്ക് എന്തെടുത്താൽ മതി? M1 H1 M2 H2 എന്നുള്ള രീതിയിൽ എടുത്താൽ മതി.
സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്താ നമ്പർ ഓഫ് ടാപ്സ്. ഓക്കെ, നമ്പർ ഓഫ് ടാപ്സ് ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ഇൻറ്റു അവരെടുക്കുന്ന അവർ. എത്ര അവറാ? 10 അവർ. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഈക്വൽ ടു നമ്പർ ഓഫ് ടാപ്സ്. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പ് ഇൻറ്റു എന്താ അവരെടുക്കുന്ന സമയം. ക്ലിയർ? ഓക്കെ, അതായത് നമ്പർ ഓഫ് മെൻസ് ഇൻറ്റു അവരെടുക്കുന്ന സമയം ഈക്വൽ ടു നമ്പർ ഓഫ് മെൻ ഇൻ സെക്കൻഡ് ഗ്രൂപ്പ് ഇൻറ്റു എന്താ അവരെടുക്കുന്ന സമയം. ഇക്വേറ്റ് ചെയ്യാം, കാരണം എന്താ ടോട്ടൽ വർക്ക് രണ്ടിനും എന്താണ് സെയിം ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഏജസിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മനൂസ് ഏജ് ഈസ് 6 ടൈംസ് ബിനൂസ് ഏജ് 15 ഇയേഴ്സ് ഹെൻസ്. അതായത് 15 വർഷം കഴിഞ്ഞിട്ട് മനുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് 3 ടൈംസ് ആസ് ഓൾഡ് ആസ് ബിനു. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബിനുവിൻ്റെ ഏജ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ മനു ഉണ്ട്, ബിനു എന്ന് പറയുന്ന ആളുമുണ്ട്. ഇസ്ന്റ് ഇറ്റ് സോ? എടാ, മനുവിൻ്റെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത്, സപ്പോസ് ബിനുവിൻ്റെ ഏജ് 1 ആണെങ്കിൽ മനുവിൻ്റെ ഏജ് എത്രയായിരിക്കും? ഇതിൻ്റെ 6 ടൈംസ്. ഇതാണല്ലോ ഇവരുടെ റേഷ്യോ വരുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? ഇനി 15 വർഷം കഴിഞ്ഞിട്ട്, ഓക്കെ, 15 ആഫ്റ്റർ 15 ഇയേഴ്സ്, ഓക്കെ, മനുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് ബിനുവിൻ്റെ ഏജിൻ്റെ എത്രയാണ്? 3 ടൈംസ് ആണ്. സപ്പോസ് അപ്പോഴും എന്ത് തന്നെയാണ്? ബിനുവിൻ്റെ ഏജ് 1 ആണെങ്കിൽ മനുവിൻ്റെ ഏജ് എത്രയായിരിക്കും? ഇതിൻ്റെ എത്രയാണ്? 3 ടൈംസ്. റേഷ്യോയിലാണ് ഞാൻ സോൾവ് ചെയ്യുന്നത്. നോക്കിയും. ഓക്കെ, ഇനി റേഷ്യോ ഈ പറയുന്ന ഏജസിൻ്റെ പ്രോബ്ലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണിത്. സപ്പോസ് ഇപ്പം എടാ എൻ്റെ വയസ്സ് ഇപ്പം 25 ഓക്കെ, എൻ്റെ ഫ്രണ്ടിൻ്റെ വയസ്സ് 35 വിചാരിക്കാം. 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് എത്രയാവും? 35 എൻ്റെ ഫ്രണ്ടിൻ്റെ വയസ്സ് എത്രയാവും? 40 വയസ്സാവും. ഇസ്ന്റ് ഇറ്റ് സോ? എടാ, 10 വർഷത്തിന് മുന്നേ, അതായത് ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെയും വയസ്സ് ഏജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 അല്ലേ? 10 വർഷം കഴിഞ്ഞു, അപ്പോഴും എൻ്റെ ഏജ്, എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെ ഏജിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 5 തന്നെയല്ലേ? ഇസ്ന്റ് ഇറ്റ് സോ? സോ അവരുടെ ഏജിൻ്റെ ഡിഫറൻസിൽ എന്താ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇസ്ന്റ് ഇറ്റ് സോ? അല്ലേ? ഇപ്പം മുന്നോട്ട് പോയാലും പുറകോട്ട് പോയാലും ഏജിൻ്റെ ഡിഫറൻസിന് എന്താ ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. സിമിലർലി ഇവിടെ നോക്കിയാണ് മോനെ, റേഷ്യോയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഏജസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 യൂണിറ്റ്സ് ആണെങ്കിൽ വേണമെന്ന് നമുക്ക് പറയാം, അല്ലെ 5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം. ഇസ്ന്റ് ഇറ്റ് സോ? ഇവിടെ 15 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഏജിൻ്റെ ഡിഫറൻസ് എത്രയായി? 2 അത് പറ്റൂ? ഇല്ല. ഇസ്ന്റ് ഇറ്റ് സോ? ഞാൻ പറഞ്ഞു, ഏജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ മാറത്തില്ല. സിമിലർലി നമുക്ക് ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഇവരുടെ ഏജസ് എന്താക്കണം? അതായത് ഏജസിൻ്റെ ഡിഫറൻസ് എന്താക്കണം? സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മതി. ഇവിടെ വരുന്ന ഡിഫറൻസും ഇവിടെ വരുന്ന ഡിഫറൻസ് കണ്ടോ? ഈ ഡിഫറൻസ് കൊണ്ട് ഇവിടുത്തെ ആൾക്കാർ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഡിഫറൻസ് കൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിളസ്റ്റ് ആണ്, നിങ്ങൾ ഒരു ഫോർമുലയും കാണാണ്ട് പഠിക്കണ്ട, ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. നോക്കിയേ, ഈ ഇവിടെ വരുന്ന ഡിഫറൻസ് കൊണ്ട് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവരുടെ ഏജിൻ്റെ ഡിഫറൻസ് എത്രയാവും? 12 ഇൻറ്റു ഏജ് എന്താവും? ഇത് എത്രയാവും? 6 ഇൻറ്റു 2 12 ആവും. ഇത് എത്രയാവും? 6 ഇൻറ്റു 1 2 ആവും. ഇസ്ന്റ് ഇറ്റ് സോ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് എത്രയാവും? 15 ആവുന്നു. ഇവിടെ എത്രയാവും? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ആവും. ഓക്കെ, ഇപ്പം ഏജിൻ്റെ ഡിഫറൻസ് നോക്കിയേ, ഇവിടെ ഏജിൻ്റെ ഡിഫറൻസ് 10, ഇവിടെ ഏജിൻ്റെ ഡിഫറൻസ് എന്താ? 10. ഐ എം ഹാപ്പി. കാരണം എന്താ? ഞാൻ ആ കൂടി ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, അതായത് എന്താ? ഏജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മാറ്റമില്ലാതെ നിൽക്കണം. ഇസ്ന്റ് ഇറ്റ് സോ? അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ വരുന്ന ഡിഫറൻസ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ വരുന്ന ഡിഫറൻസ് കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. ഇനി നോക്കിയ മോനെ, എടാ ഇയാളുടെ വയസ്സ് നോക്ക്, മനുവിൻ്റെ എടുക്കാം. ഓക്കെ, മനു ബിനു. ഓക്കെ, മനുവിൻ്റെ വയസ്സ് ഇപ്പോൾ 12 ഓക്കെ, 15 വർഷം കഴിഞ്ഞപ്പോൾ എത്രയായി? 15 എത്ര യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു?
എത്ര യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു? 3 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു അല്ലേ? ആക്ച്വലി എത്ര വയസ്സാണ് കൂടിയിരിക്കുന്നത്? 15 വയസ്സ് അല്ലേ? വിച്ച് മീൻസ് ഈ 3 യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഉള്ള 15 വയസ്സിനോട് തുല്യമല്ലേ? ക്ലിയർ? സോ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15 divided by 3 you will be getting as what? 5. സോ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 5 വയസ്സാണെങ്കിൽ, ഓക്കെ, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 5 വയസ്സാണെങ്കിൽ നോക്കിയടാ, 12 × 5 നമുക്ക് എത്ര കിട്ടും? 12 × 5 60 ഇയേഴ്സ് എന്നുള്ളത് കിട്ടും. isn't it so? ഇയാളുടെ വയസ്സ് എത്രയായിരിക്കും? 5 × 2 10 ഇയേഴ്സ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ആരുടെ വയസ്സാണ്? ബിനുവിൻ്റെ വയസ്സ് അല്ലേ? ബിനുവിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ഇയേഴ്സ്. ക്ലിയർ? കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ മോനെ. A and B together can do a piece of work in 12 days. A alone can complete the work in 18 days. How long will B alone take to complete the job എന്നുള്ളതാണ് ചോദ്യം. സോ സിമ്പിളാണ്. ഇവിടെ നോക്കി, എയും ബിയും കൂടിയിട്ട് 12 ഡേയ്സിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ എ ഈ വർക്ക് 18 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കിവിടെ ടോട്ടൽ വർക്ക് നമുക്ക് അറിയത്തില്ല. സോ അതിനെന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്യണം. ഓക്കെ, അസ്യൂം ചെയ്യാൻ സിമ്പിളാണ്. എന്ത് ചെയ്യുക? ഈ 12ൻ്റെയും 18ൻ്റെയും ഡേയ്സ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എന്ത് ചെയ്യുക? LCM കാണുക. LCM കാണാൻ എന്ത് ചെയ്യുക? തന്നിരിക്കുന്നതിൽ ഹയസ്റ്റ് വാല്യൂ എടുക്കുക. ഓക്കെ, ആ വാല്യൂവിനെ മറ്റുള്ളവരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇപ്പം നമ്മളിപ്പോൾ 18 എടുത്തു, 12 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല. isn't it so? പെർഫെക്റ്റ്ലി ഡിവിസിബിൾ അല്ല. സോ 8ൻ്റെ അടുത്ത ഫാക്ടർ എടുക്കുക. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 36. 36നെ 12 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? നോക്കിയേ, 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 ടൈംസ് പോകും. isn't it so? സോ എൻ്റെ ടോട്ടൽ വർക്ക് എന്തായിട്ട് എടുക്കുക? 36 ആയിട്ട് എടുക്കുക. എന്തുകൊണ്ടാണ്? ഈ 12ൻ്റെയും 18ൻ്റെയും LCM. ഓക്കെ, സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 36. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഡേയ്സ്. നമ്മൾ നേരത്തെ കണ്ടു എന്താണ്? എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് വർക്ക് പെർ ഡേ ഇൻറ്റു ഡേയ്സ് ആയിരുന്നല്ലോ. ഓക്കെ, സോ നമുക്കറിയാം എൻ്റെ ടോട്ടൽ വർക്ക് ഇതാണ്, എൻ്റെ ഡേയ്സ് ഇതാണ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? വർക്ക് പെർ ഡേ ആയിരിക്കും കിട്ടുന്നതല്ലേ? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ഈ ഡേയ്സ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ? വർക്ക് പെർ ഡേ. ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന വർക്കായിരിക്കുമല്ലോ എനിക്ക് കിട്ടുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻ്റെ എഫിഷ്യൻസി ഓരോ ദിവസവും എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക്. സോ 36 divided by 12 എനിക്ക് എത്ര കിട്ടും മോനെ? ഒരു ദിവസം എനിക്ക് എത്ര വർക്ക് ചെയ്യാൻ പറ്റും? 3 വർക്ക് ചെയ്യാൻ പറ്റും. 36 divided by 18 എനിക്ക് ഒരു ദിവസം, ബിക്ക് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യാൻ പറ്റും? 2 വർക്ക് ചെയ്യാൻ പറ്റും. isn't it so? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നും കൂടി നോക്കിയേ. ടോട്ടലി 36 ചപ്പാത്തി ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര? 36 ചപ്പാത്തി. എക്കും ബിക്കും കൂടി 12 ദിവസം വേണം. ഓക്കെ, ഈ 36 ചപ്പാത്തിയും തിന്നു തീർക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എയും ബിയും കൂടിയിട്ട് എത്ര ചപ്പാത്തി കഴിക്കും? 3 ചപ്പാത്തി വെച്ച് കഴിക്കും അല്ലേ? ഇപ്പോൾ നോക്കിയേ, 3 ചപ്പാത്തി വെച്ച് 12 ദിവസം കഴിക്കുമ്പോഴാണല്ലോ 36 ചപ്പാത്തി ആവുന്നത്. സിമിലർലി എ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? ഓരോ ദിവസവും 2 ചപ്പാത്തി വെച്ചിട്ട് 18 ദിവസം കഴിക്കുമ്പോൾ എന്താ? 36 ചപ്പാത്തി. സിമ്പിൾ. ഓക്കെ, ഇവിടെ എനിക്ക് അറിയാം എയും ബിയും കൂടിയിട്ടാണ് 3 ചപ്പാത്തി വേണ്ടത് അല്ലേ? അതിൽ എ ഒരു ദിവസം എത്ര ചപ്പാത്തി കഴിക്കും? എ ഒരു ദിവസം 2 ചപ്പാത്തി കഴിക്കും. അങ്ങനെയാണെങ്കിൽ ബി ഒരു ദിവസം എത്ര ചപ്പാത്തി കഴിക്കും? 1 ചപ്പാത്തി. ക്ലിയർ? കാരണം എയും ബിയും കൂടി 3. നമുക്കറിയാം എ ഒരു ദിവസം 2 ചപ്പാത്തി, അപ്പോൾ ബി ഒരു ദിവസം 1 ചപ്പാത്തി. സോ എൻ്റെ ടോട്ടൽ വർക്ക് 36 ആണേ. എക്ക് ഒരു ദിവസം 1 ചപ്പാത്തി വേണമെങ്കിൽ നോക്കിയേ, ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഡേയ്സ്. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എന്താ? എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെയ്യുന്ന വർക്ക്. അതായത് ബി ഒരു ദിവസം ഒരു വർക്ക് വെച്ച് ചെയ്യും. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 36 ഡേയ്സ്. സോ ആൻസർ വിൽ ബി 36. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. Find the time taken by 180-meter long train running at 54 km/h to cross a man standing on a platform. Okay. Suppose ഒരു man ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം
എൻ്റെ ട്രെയിനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 180 മീറ്റർ ആണ് ട്രെയിനിൻ്റെ ലെങ്ത്ത്. ഈ ട്രെയിൻ ഇയാളെ കടന്നു പോകണം. ഇസ്ൻ്റ് ഇറ്റ് സോ? സോ കടന്നു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ട്രെയിനിൻ്റെ എൻജിൻ ഭാഗം ആദ്യം ഇവിടെ വന്നു, ഇയാളെ തൊട്ടു. അത് കഴിഞ്ഞിട്ട് എന്താ ബാക്കിലെ പോർഷൻ എന്താ? ഇയാളെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണല്ലോ ഇയാളെ ക്രോസ് ചെയ്യുക. ഇസ്ൻ്റ് ഇറ്റ് സോ? സോ അങ്ങനെയാണെങ്കിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ എന്ത് കണ്ടാൽ മതി? നമുക്കറിയാം നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താ? സ്പീഡ് ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് ടൈം ആണല്ലോ കാണണ്ടേ. സോ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മോനെ? ഡിസ്റ്റൻസ് ബൈ എന്താണ്? സ്പീഡ്. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രെയിനിൻ്റെ ലെങ്ത് ആണ്, ഡിവൈഡഡ് ബൈ എന്താണ്? ട്രെയിനിൻ്റെ സ്പീഡാണ്. സിമ്പിൾ. ഓക്കെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? ഇവിടെ ട്രെയിനിൻ്റെ സ്പീഡ് എന്തിലാണ് തന്നിരിക്കുന്നത്? കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. പോരാത്തതിന് ആൻസേഴ്സും എല്ലാം സെക്കൻഡ്സിലുമാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ കിലോമീറ്റർ പെർ അവറിനെ എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക? 54 കിലോമീറ്റർ, അതായത് 54 കിലോമീറ്റർ, അതായത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 5/18 കൊണ്ട് എന്ത് ചെയ്യുക? സപ്പോസ് 1 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 15/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ. സോ മൾട്ടിപ്ലൈ ചെയ്തേ 54 ഇൻറ്റു 5/18. നമുക്കറിയാം 18 എത്രയാണ്? 54ൽ 3 ടൈംസ് പോവും. സോ 3 ഇൻറ്റു 5 നമുക്ക് എത്ര കിട്ടും? 15 മീറ്റർ പെർ സെക്കൻഡ്. ഇതായിരിക്കും എന്ത്? അതായിരിക്കും എന്ത്? ട്രെയിനിൻ്റെ സ്പീഡ് ഇന്നെന്താ? സെക്കൻഡ്സിൽ. സോ നമുക്കറിയാം ട്രെയിനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 180 മീറ്റർ ആണ്. ഡിവൈഡ് ബൈ ട്രെയിൻ എടുക്കുന്ന സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ്, 15 മീറ്റർ പെർ സെക്കൻഡ്. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും മോനെ? 12 seconds. So answer will be 12 seconds. ഓക്കെ. സിമ്പിളാണ് മോനെ. ഇയാൾ ഇവിടെ നിൽക്കുന്നു, ട്രെയിൻ മൊത്തത്തിൽ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫുൾ ലെങ്ത് ഇതിനെ ക്രോസ് ചെയ്ത് പോകണം. ഇസ്ൻ്റ് ഇറ്റ് സോ? സോ നമുക്ക് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്കറിയാം ഇയാളുടെ സ്പീഡ് നമുക്കറിയാം. ഇസ്ൻ്റ് ഇറ്റ് സോ? സോൾവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ. A garden is 90 meter long and 75 meter broad. ഓക്കെ. ഒരു ഗാർഡൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. സോ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 90 മീറ്റർ ആണ്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 75 മീറ്റർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ എ പാത്ത് ഓഫ് 5 മീറ്റർ വൈഡ്. ഓക്കെ. ഒരു പാത്ത് ഉണ്ട്, അതെന്താ? 5 മീറ്റർ വൈഡാണ്. അതായത് ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 മീറ്റർ ആയിരിക്കും. ഓക്കെ. ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 മീറ്റർ ആയിരിക്കും. ഓക്കെ. നമ്മുടെ ഗാർഡൻ ഇതാണ്. ഈ ഗാർഡൻ്റെ ചുറ്റും 5 മീറ്റർ ലെങ്ത് ഉള്ള എന്താണ്? ഒരു പാത്തുണ്ട്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാത്ത്. നമുക്ക് ഈ ഏരിയയുടെ പാത്താണ് കാണേണ്ടത്. ഓക്കെ. ഈ പാത്താണ് കാണേണ്ടത്. ഈ പാത്തിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. സോ എന്ത് ചെയ്യാം മോനെ? നമുക്കറിയാം നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇസ്ൻ്റ് ഇറ്റ് സോ? സോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം എന്ത് ചെയ്യുക? ഈ ഒരു ഫുൾ പോർഷൻ കണ്ടുപിടിക്കാം. ഓക്കെ. അതിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഉള്ളിലുള്ള ഗാർഡൻ്റെ ഏരിയ എന്ത് ചെയ്യുക? കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഔട്ട് സൈഡ് ഏരിയ അല്ലേ? ഇസ്ൻ്റ് ഇറ്റ് സോ? ഓക്കെ. നമുക്ക് ഈ പറയുന്ന ഫുൾ പോർഷൻ്റെ ബ്രെഡ്ത്ത് എത്രയായിരിക്കും വരുന്നത്? നമുക്കറിയാം ഇത്രയും വരുന്നത് എത്രയാണ്? ഈ പറയുന്ന ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 75 മീറ്റർ ആണല്ലോ അല്ലേ? ഈ ഒരു പോർഷൻ വരെ 75 മീറ്റർ ആണ്. നമുക്കറിയാം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ ആണ് വരുന്നത്. ഇവിടെ എത്ര വരും? 5 മീറ്റർ വരും. സോ ടോട്ടൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 85 മീറ്റർ. ഇനി ഇവിടെ നോക്കിയ മോനെ, ഇത് 5 മീറ്റർ ആണ്, ഇതും എത്രയാണ്? 5 മീറ്റർ ആണ്. ഇസ്ൻ്റ് ഇറ്റ് സോ? സോ ഇവിടുന്ന് ഇവിടം വരെ 5 മീറ്റർ, ഇവിടെ നിന്നും 5 മീറ്റർ, പോരാത്തിന് 90 മീറ്റർ. സോ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 100 മീറ്റർ. ഓക്കെ. സോ ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? 100 ഇൻറ്റു 85. ഓക്കെ. ഇനി നമുക്ക് ഗാർഡൻ്റെ ഏരിയ കാണണം. ഗാർഡൻ ഏരിയ എത്ര വരും? ഇത് ടോട്ടൽ ഏരിയ ആണ്. ഗാർഡൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 75 ഇൻറ്റു
90. സോ നമുക്ക് വേണ്ട പാത്തിൻ്റെ ഏരിയ ആണ്. പാത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയയിൽ നിന്ന്, അതായത് 100 ഇൻറ്റു 85 മൈനസ് 90 ഇൻറ്റു എന്താ 75. ഓക്കെ ആണോ? ശരി. ഇതിൽ നിന്ന് നമുക്ക് വല്ലതും കോമൺ എടുക്കാൻ പറ്റുമോ? കോമൺ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ 10ൽ നിന്ന് 100ൽ നിന്ന് 10 എടുക്കാം, 90ൽ നിന്ന് 10 എടുക്കാം. 10 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 ഇൻറ്റു 85 850 മൈനസ് 9 ഇൻറ്റു 75. ഓക്കെ, 9 ഇൻറ്റു 75 കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? 10 ഇൻറ്റു 75 കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ നോക്കിയേ, 10 ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ആയിരിക്കും വരുന്നത്? 10 ഇൻറ്റു 85 മൈനസ് 9 ഇൻറ്റു 75. ഇറ്റ് സോ? സോ 10 ഇൻറ്റു ഇത് എത്ര കിട്ടും മോനെ? 850 മൈനസ് 9 ഇൻറ്റു 75. എന്ത് ചെയ്യുക? 10 ഇൻറ്റു 75 ചെയ്തേ. മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 10 ഇൻറ്റു 75 എന്താ? 750 കിട്ടും. അതിൽ നിന്ന് ഒരു 75 കുറച്ചാൽ പോരെ? അതാണല്ലോ 9 ഇൻറ്റു 75 എന്ന് പറയുന്നത്. ഒരു 75 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 675. ക്ലിയർ? ഓക്കെ, ഫൈൻ. സോ 10 ഇൻറ്റു, ഇവിടെ നോക്കിയോ മോനെ, ഇവിടെ നോക്കി, 850 മൈനസ് 675 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? 850ൽ നിന്ന് 600 കുറച്ച്, 850ൽ നിന്ന് 600 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 250 കിട്ടും. ഓക്കെ, 250 ഉണ്ട്. 250ൽ നിന്ന് ഇനിയും നമുക്ക് ഈ 75 കുറക്കാനുണ്ടല്ലോ. 250ൽ നിന്ന് 75 കുറച്ച്, 250ൽ നിന്ന് 75 കുറച്ച് എത്ര കിട്ടും? 175. സോ 10 ഇൻറ്റു 175 1750 meter square. Okay, so answer will be 1750 meter square. Clear? അടുത്ത ക്വസ്റ്റ്യൻ. What number should be subtracted from each of the number 23, 30, 57 and 78 so that the remainders are in continued proportion എന്നാണ് പറയുന്നത്. ചില സമയത്ത് അവർ പ്രൊപ്പോർഷൻ മാത്രം, അതായത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷന് പകരം ചുമ്മാ പ്രൊപ്പോർഷൻ എഴുതാനും ചാൻസ് ഉണ്ട്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇപ്പം എക്സാമ്പിളായിട്ട് എ ബി സി ഡി കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ പ്രൊപ്പോർഷനിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. അതായത് എ ഈസ് ടു ബി ഈക്വൽ ടു എന്താ? സി ഈസ് ടു ഡി. അതായത് എ ബൈ ബി ഈക്വൽ ടു എന്താ? സി ബൈ ഡി. സോ എ ഡി ഈക്വൽ ടു എന്തായിരിക്കും? സി ബി. ഓക്കെ, അതുപോലെ വേറൊരു സാധനവും തരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ 4 നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നത്. അതായത് എക്സ്ട്രീം എൻഡിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക, നടുക്കത്തുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ്ട്രീം എൻഡിലെ ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ? നടുക്കത്തെ 2 ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ അവർ തരാൻ ചാൻസ് ഉള്ളത് 3 ആൾക്കാർ വെച്ച് തരും. എ ബി സി കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ വാല്യൂ? സോ അവരുടെ റേഷ്യോ എങ്ങനെയായിരിക്കും വരുന്നത്? അതായത് എ ബൈ ബി ഈക്വൽ ടു എന്തായിരിക്കും? ബി ബൈ സി. ഓക്കെ, എ ബൈ ബി ഈക്വൽ ടു എന്താ? ബി ബൈ സി. ഓക്കെ, ഇന്ന് അടുക്കത്തെ ആൾ എന്ത് ചെയ്യുക? എ ബൈ ബി എന്ന് എടുക്കുക, പിന്നെ നടുക്കത്തെ ആളെ വെച്ചിട്ട് എന്ത് ചെയ്യുക? അടുത്ത ആളുടെ എടുക്കുക, ബി ബൈ സി. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മോനെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, സോ ഇവിടെ അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു നമ്പർ ഈ പറയുന്ന 23, 30, 57, 78ൽ നിന്ന് കുറയ്ക്കുമ്പോൾ ബാക്കി വരുന്ന നമ്പർ ഉണ്ടല്ലോ, ഏതോ ഒരു നമ്പർ കുറച്ച് കഴിയുമ്പോൾ അവർ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഏത് നമ്പറാണ് എന്നുള്ളതാണ് കാണേണ്ടത്. സോ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക? ആ നമ്പർ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ആ സബ്സ്ട്രാക്ട് ചെയ്യുന്ന നമ്പറിന് ഞാൻ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ? 23 മൈനസ് എക്സ്, 30 മൈനസ് എക്സ്, 57 മൈനസ് എക്സ്, ഇതെന്ത് കിട്ടും? 78 മൈനസ് എക്സ്. ഓക്കെ, സോ ഇവർ പ്രൊപ്പോർഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മോനെ? ഈ പറയുന്ന ആൾ എന്താ? എക്സ്ട്രീം എൻഡിലെ ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ടു എന്താ? ഈ പറയുന്ന ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? സോ അതിന് പകരം എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ സ്റ്റെപ്പ് എഴുതുന്നതായിരിക്കും നല്ലത്.
ഈ പറയുന്ന സ്റ്റെപ്പ്. എന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം. നോക്കി, 23 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 30 മൈനസ് എക്സ് ഈക്വൽ ടു എന്താ, 57 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 78 മൈനസ് എക്സ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വലിയ കാൽക്കുലേഷൻ ആയിട്ട് മാറും. എക്സ് സ്ക്വയർ സോൾവ് ചെയ്യണം. അതിലും നല്ലത് ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്നതിൽ ഇട്ട് നോക്കുക. ഇപ്പം നോക്കി, 23 മൈനസ് 4 നമുക്ക് എത്ര കിട്ടും, 19 കിട്ടും. ഡിവൈഡ് ബൈ ഇത് എത്ര കിട്ടും, 4 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 26 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 53 ഡിവൈഡ് ബൈ 74. ഓക്കെ, എടാ ഇത്ര സിമ്പിളായിട്ട് നോക്കിയാൽ മതി. ഇതിൽ വല്ലതും കോമൺ ആയിട്ട് വെട്ടിപ്പോവോ എന്ന് നോക്കുക. വെട്ടിപ്പോവുകയാണെങ്കിൽ എനിക്ക് 19/26 എന്നുള്ളത് കിട്ടണം. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇത് 19 മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് നോക്കാം. 19 മൾട്ടിപ്പിൾ ആവുമോ, അല്ല. ഇത് എത്രയാ, 26 മൾട്ടിപ്പിളും ആകത്തില്ല. Isn't it so? So 4 എന്ന് പറയുന്നത് എന്താണ്, ആൻസർ ആവില്ല. അടുത്ത നോക്കിയ മോനെ, 3 സബ്സ്ട്രാക്ട് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും, ഇത് 20 കിട്ടും. ഇത് എത്ര കിട്ടും, 27 കിട്ടും. ഓക്കെ, ഇതോ 3 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 54, ഇത് 75. മൾട്ടിപ്പിൾ ആണോ, 20 54ൻ്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. 75 എന്ന് പറയുന്നത് 27ൻ്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. 54 എന്ന് പറയുന്നത് 20യുടെ മൾട്ടിപ്പിൾ ആണോ, അല്ല. സോ ആൻസർ എന്ന് പറയുന്നത് 3യോ അല്ല. അടുത്ത നോക്കിയേ, 6 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, 17 ഡിവൈഡ് ബൈ 6 കുറച്ച് കഴിയുമ്പം ഇവിടെ 24 കിട്ടും. അടുത്ത് നോക്കിയാൽ ഇവിടെ 6 കുറച്ച് കഴിയുമ്പം 51 കിട്ടും. ഡിവൈഡഡ് ബൈ 6 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 72. ഓക്കെ, മൾട്ടിപ്പിൾ ആണോ നോക്കി, 51 17ൻ്റെ മൾട്ടിപ്പിൾ ആണോ, 72 24ൻ്റെ മൾട്ടിപ്പിൾ ആണോ, അതെ. എത്ര ടൈംസ് പോവും, 3 ടൈംസ് പോവും അല്ലേ. Isn't it so? ഇനി നോക്കിയേ, ഇത് 17 ഇതിൽ 3 ടൈംസ് പോകുന്നതുകൊണ്ട് നമുക്ക് 17 കിട്ടും. ഇത് എന്ത് കിട്ടും, 24 കിട്ടും. സെയിം പ്രൊപ്പോർഷനിൽ വന്നില്ലേ. സോ മൈ ആൻസർ വിൽ ബി 6. ക്ലിയർ? അടുത്തത്, ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. കാരണം ചിലപ്പം ഈ 4 നമ്പേഴ്സിന് വരെ ചിലപ്പോൾ 3 നമ്പേഴ്സ് ചോദിക്കാം. ഓക്കെ ഓക്കെ അടുത്തത് 33ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനാണ്. 33ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 33നെ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, 11 × 3. ഈ 11 × 3 എന്ന് പറയുന്നത് എന്താണ്, കോപ്രൈം ടു ഈച്ച് അതറാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇപ്പം ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 12ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, 4ഉം 3ഉം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് 12ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറയുവാണെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും, 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്തുകൊണ്ടാണ് ഞാൻ 4ഉം 3ഉം എടുത്തത്, കാരണം ഇവർ കോപ്രൈം ടു ഈച്ച് അതറാണ്. അതായത് പരസ്പരം ഇവർക്ക് എന്താ, ഒന്ന് അല്ലാതെ വേറൊരു ഫാക്ടറും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് 12ന് വേണമെങ്കിൽ എന്താ 6 × 2 എടുക്കാമായിരുന്നു അല്ലേ, 6 × 2 എടുക്കാമായിരുന്നല്ലോ. ഓക്കെ, ഇത് കോപ്രൈം ആണോ, അല്ല. കാരണം എന്താ, ഇതിൽ 2 രണ്ടിലും 1 ഒഴികെ 1 കൂടാതെ എന്താ 2ഉം ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 6 × 2 എടുക്കാത്തത്. സോ സിമിലർലി ഇവിടെ നമുക്ക് എന്തായാലും 11 × 3 മാത്രമേ വരത്തുള്ളൂ. സോ തന്നിരിക്കുന്ന നമ്പർ എന്ത് ചെയ്യുക, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സിമ്പിൾ. നമുക്കറിയാം 3ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, അതായത് തന്നിരിക്കുന്നതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 3. Isn't it so? 11ൻ്റെ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കണം, ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ, ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 11. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നമുക്ക് 3ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് നടക്കില്ല. കാരണം എന്താ,
3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റ് സമ്മിനെ കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ 1 3 3 3 ഇതിൻ്റെ സം എടുക്കുക, 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. എടാ ഇതിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തെ സമ്മിൽ 3 എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ ഒഴിവാക്കുക. കാരണം സമ്മിൽ 3 വരുമ്പോൾ അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കി, ഇപ്പോൾ 3 + 3 എത്രയാണ്? 6. 6 + 3 9. 9 + 1 10. 10 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിജിറ്റ് സമ്മ് വീണ്ടും എടുക്കുവാണെങ്കിൽ എന്താ കിട്ടുക? 1 കിട്ടുക. കാരണം എന്താ? 1 + 0 എന്താ? 1 തന്നെ. ഓക്കെ, ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നോക്കി, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? സം എടുക്കാൻ പോവാണ്. സം എടുക്കുമ്പോൾ ആദ്യത്തെ വാല്യൂ 3 എടുക്കണ്ട, 3 അതും എടുക്കണ്ട, 3 അതും എടുക്കണ്ട, 1. ഓക്കെ, സോ ഡിജിറ്റ് സം എനിക്ക് ഇവിടെ എന്തായിട്ട് കിട്ടുക? 1. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല. സോ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ഇവിടെ നോക്കി, 1 3 7 5. വേണമെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തോ. 3ൻ്റെ മൾട്ടിപ്പിളോ അതായത് 3 6 9 വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ സം എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, 3 കൊണ്ട് ഞാൻ ചെക്ക് ചെയ്യുവാണ്. ഈ 3 എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, 1 + 8. 8 + 3 എത്ര കിട്ടും? 8 + 3 13. ഡിവൈഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല. അടുത്ത് നോക്കിയേ, ഈ നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? 3 പോയി, ബാക്കി എന്താ? 1 + 2 3 ആണ്. 3 കൊണ്ട് 3 ഡിവൈസിബിൾ ആണ്. ഓക്കെ, നമുക്കത് ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് ചെയ്യണം. വെയിറ്റ് ചെയ്യും. ഇത് നോക്കി മോനെ, 1 + 2 3 ആണ്, ചെക്ക് ചെയ്യേണ്ട. പിന്നെന്താ? 4 + 5 9 ആണ്. സോ ഈ 2 നമ്പർ എന്ത് ചെയ്യണം? 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. ഓക്കെ, സം എടുത്ത മോനെ, ആൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 3 ഇതാണ് സമ്മ്. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. അതിൻ്റെ ഡിഫറൻസ് എത്ര കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത് അല്ലേ? 5 ഇതിൻ്റെ സം എടുക്കുക, ഇതിൻ്റെ സം എടുക്കുക. നമുക്ക് എന്താ കിട്ടിയത്? ഡിഫറൻസ് 1 ആണ്. 1 വന്നു കഴിഞ്ഞാൽ 1 ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. സോ ഈ നമ്പർ എന്താ? 33 കൊണ്ട് ഡിവിസിബിൾ അല്ല. അടുത്തത് 2 1 4 5 ആൾട്ടർനേറ്റ് ഡിജിറ്റ്സ്. 2 + 4 6. 1 + 5 6. ഡിഫറൻസ് എത്ര കിട്ടും? 0 കിട്ടും. 0 ഞാൻ പറഞ്ഞെന്താ? 0 ഓർ മൾട്ടിപ്പിൾ ഓഫ് 11s ഡിഫറൻസ് എടുക്കുന്ന സമയത്ത്. ഇത് ചെറിയ നമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, സോ ആൻസർ വിൽ ബി 2 1 4 5. ഓക്കെ, അടുത്തത് ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. y - x by x = എന്താ? 3/8. ഓക്കെ, എടാ ഓപ്ഷൻ ഇതെടുത്ത് 11 y/x ആണല്ലോ കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന വാല്യൂവിൽ ഇതായിരിക്കും y, ഇതായിരിക്കും x. ഇസ്ന്റ് ഇറ്റ് സോ? നോക്കിയടാ, വൈയുടെ സ്ഥാനത്ത് 11 എടുത്തേ. 11 - 8 എത്ര കിട്ടും? 3 കിട്ടും. താഴെ എന്ത് വരും? 8. അതന്നെയല്ലേ അവിടെയും കിട്ടിയിരിക്കുന്നത്. സോ ആൻസർ വിൽ ബി ക്ലിയർ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 8y - 8x = എന്താ? 3x. ഓക്കെ, ഈ സാധനത്തിന് അങ്ങോട്ട് എടുത്തേ. -8x അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താ? 8y = 11x. സോ നമുക്ക് y/x ആണ് കണ്ടത്. സോ y/x വിൽ ബി, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുക്കാം, y/x = എന്താ? 11/8. 8 താഴേക്ക് വരും, x ഇങ്ങോട്ടും വരും ഡിവിഷനായിട്ട്. സോ y/x which is similar as എന്താ? y/x = എന്താ? 11:8. ക്ലിയർ? സിമ്പിൾ പ്രോബ്ലം ആണിത്. ഓക്കെ, HCF ഓഫ് 36 and 264. ഓക്കെ, 36ൻ്റെയും 264ൻ്റെയും എന്ത് ചെയ്യുക? HCF കാണുക. HCF എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ചെറിയ വാല്യൂസ് ആയിരിക്കും വരിക. അപ്പം 36ൻ്റെയും 264ൻ്റെയും HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക. ഓക്കെ, ഈ ചെറിയ വാല്യൂ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത്? HCF ആയിട്ട് വരിക. ഓക്കെ, സോ
ചെക്ക് ചെയ്ത് നോക്കാം. 264 ഡിവൈഡഡ് ബൈ 36. ഓക്കെ, എടാ ഇത് നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ അല്ല തന്നിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, ഏകദേശം 36 ഇൻറ്റു 10 നമുക്കറിയാം എത്ര വരും, 360 വരും അല്ലേ. അതിൽ നിന്ന് ഏകദേശം 100 വാല്യൂ കുറവ് വരുന്നു. വിച്ച് മീൻസ് ഏകദേശം എന്താ 36 ഇൻറ്റു 7 ആയിരിക്കണമല്ലോ വരണ്ടേ. സോ 36 ഇൻറ്റു 7 നോക്കി പോകാൻ എത്ര കിട്ടുമെന്ന്. 6 ഇൻറ്റു 7 നമുക്ക് എത്ര കിട്ടും, 48. 4 എത്ര കിട്ടും, 21, 258. സോ 258 കിട്ടും. 7 ടൈംസ് പോവും, isn't it so? സോ 36 ഇതിൽ 7 ടൈംസ് പോവും. നമുക്ക് റിമൈൻഡർ ഇവിടെ വരുന്നത് വിച്ച് മീൻസ് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ അല്ലല്ലോ. 36 എന്ന് പറയുന്നത് ഡിവിസിബിൾ അല്ല. സോ ഒരു കാര്യം ഉറപ്പായി, 36 എന്ന് പറയുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ല, ഇതെന്തായാലും അല്ല. പിന്നെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇതിലെ കുറച്ചും കൂടി വലിയ വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. ഈ 12നെ കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക, രണ്ട് വാല്യൂസിനെയും. 36നെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഉറപ്പാണ്. ഈ പറയുന്ന 264നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി, 12ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ 4ഉം 3ഉം. 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാരണം എന്താ, 8, 4, 12 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി 4 കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്തായിരിക്കണം മോനെ, ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ വാട്ട്, 4. ഓക്കെ ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 4. സോ നമുക്കറിയാം 64 എന്ന് പറയുന്നത് എന്താ, 4 കൊണ്ട് ഡിവിസിബിൾ ആണ്, isn't it so? സോ എനിക്ക് മനസ്സിലായി 12 കൊണ്ട് എന്താ 36നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 264നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ മൈ ആൻസർ വിൽ ബി 12. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് മെൻ്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആണ്, സിമ്പിളും ആണ്. ഓക്കെ, സോ എഡ്യൂക്കേഷൻ എന്തായിട്ടാണ് മോനെ എഴുതിയിരിക്കുന്നത്, NOITACUDE. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. ഓക്കെ, ബേസിക്കലി കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലെ ചോദ്യങ്ങളാണ് ഇത് വരിക. കോഡിംഗ് ഡീകോഡിങ്ങിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, ആ പറയുന്ന ഡിജിറ്റ്സിൻ്റെ ഓരോ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉണ്ട്, 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതിൻ്റെ എന്ത് പഠിച്ചിരിക്കണം, പ്ലേസ് വാല്യൂസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ എനെ നമ്മളുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അതുപോലെ എന്താണ് ബിയുടെ 2, ഇസഡിൻ്റെ എത്രയാണ് 26, ഓയുടെ എത്രയാണ് 15. അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇത് നോക്കിയേ, ഇത് ഭാഗ്യത്തിന് പ്ലേസ് വാല്യൂ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതല്ല. ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ, ഈ സാധനത്തിനെ തിരിച്ചെയ്തിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. അതായത് NOITACU. ഓക്കെ, സോ തിരിച്ചെഴുതിയാൽ പോരെ ഈ സംഭവം. എങ്ങനെയാ വരും, അപ്പോൾ TROFDER. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വരുന്നുണ്ട്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഫ്ലവർ ഈസ് റിലേറ്റഡ് ടു പെറ്റൽ. ഫ്ലവർ ഈസ് റിലേറ്റഡ് ടു പെറ്റൽ. അങ്ങനെയാണെങ്കിൽ ബുക്ക് റിലേറ്റഡ് ടു. ഓക്കെ, സിമ്പിൾ. ഇവിടെ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായിരിക്കും, പെറ്റൽസ്, എതളുകൾ വെച്ചിട്ടല്ലേ. അപ്പോൾ ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും, പേജസ്. ക്ലിയർ? എന്തായാലും ലൈബ്രറി വരില്ല, ഓതർ വരില്ല, കണ്ടൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളാണ്. പക്ഷേ അതെങ്ങനെയാണ് വരിക, പേജസിലല്ലേ വരിക. സിൻഡിറ്റ് സോ ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ട്, പേജസ് വെച്ചിട്ട്. സിമ്പിൾ. അടുത്തത്, ഇത് മിക്കവർക്കും തെറ്റിപ്പോകാവുന്നൊരു ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദ പെയർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഗിവൺ പെയേഴ്സ്. Okay, come on. See, answer will be first one. See, reason ഇത്രയാണ്. ഇപ്പം ഡോഗ്, ഇതെന്താണ്, മെയിലിനെയാണ് നമ്മൾ പൊതുവെ ഡോഗ് എന്ന് പറയുന്നത്. ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ബിച്ച് എന്നാണ് വിളിക്കാറ്. അതുപോലെ ഇതെന്താ, ഹെൻ,
അതായത് പിടക്കോയി, പൂവൻകോയി എന്നൊക്കെ പറയില്ലേ. ഓക്കെ, സെയിം. ഇപ്പോൾ ഇതെന്താ? ഹോസ്. പെൺകുതിരയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മേയർ. ഓക്കെ. ഇനി ഇത് വരുന്നത് കൗ. കൗവിൻ്റെ അത് ഫീമെയിൽ വെർഷനാണ്. മെയിൽ വെർഷനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ബുൾ എന്നാണ് വിളിക്കുക. ഓക്കെ. ബഫല്ലോ എന്ത് വേണമെങ്കിലും ആവാം, മെയിലും ആവാം ഫീമെയിലും ആവാം. ഓക്കെ. സോ ആൻസർ വിൽ ബി ഫസ്റ്റ് വൺ. കാരണം എന്താ? ബാക്കി എല്ലാത്തിനും എന്താ? മെയിലും ഫീമെയിലും കൊടുത്തിട്ടുണ്ട്, അതിന് മാത്രമാണ് എന്ത് കൊടുക്കാത്തതുള്ളത്. ഓക്കെ, ശരി. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. 2, 6, 18, 54 കണ്ടുപിടിക്കണം. 486. അടുത്തത് 1458. ഓക്കെ, ശ്രമിച്ചു നോക്കി. നമ്പർ സീരീസ് വരുമ്പം എന്താ ചെയ്യേണ്ടത്? ടേക്ക് ദ ഡിഫറൻസ്. 4 ഇതെത്ര വരും മോനെ? 12. ഇതെത്ര വരും മോനെ ഡിഫറൻസ്? 36 വരിക. കാരണം മൾട്ടിപ്പിൾ ഓഫ് എന്താ? 18. 18 × 3 ആണ് 54 വരുന്നത്. ഓക്കെ. എടാ ഇത് നിങ്ങൾ ഒബ്സർവ് ചെയ്തേ. ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം കിട്ടും. എന്താ? ഇത് നോക്കിയേ, 4 × 3 ആണെന്ത്? 12. അതുപോലെ 12 × 3 ആണ് 36. അപ്പോൾ ഉറപ്പാണ് നമ്മുടെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരിക്കും കിട്ടുക? കമോൺ, സിമ്പിൾ സർ. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? അതായത് ഈ പറയുന്ന 54ഉം അടുത്ത വാല്യൂവിൻ്റെയും ഡിഫറൻസ്. ഓക്കെ, അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടണം? 36 × 3. 36 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 36 × 3 എന്ന് പറയുന്നത് 108 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇസ്ൻ്റ് ഇറ്റ് സോ? കാരണം എന്താ? 36 × 3 ആണ് നമുക്ക് എത്ര കിട്ടുക? 108 കിട്ടുക. സോ ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 54 + 108. ഇസ്ൻ്റ് ഇറ്റ് സോ? സോ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 162. പറഞ്ഞ പോയിന്റ് കിട്ടിയോ? സിമ്പിൾ. ഇവിടെ നോക്കി, നമ്മൾ ഡിഫറൻസ് എടുത്തു. ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഓക്കെ 4 കൂടുന്നു, 12 കൂടുന്നു, 36 കൂടുന്നു. ഓക്കെ. പിന്നെ ഈ സീരീസ് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു കാര്യം, ഓക്കെ 4ൻ്റെ 3 ഇരട്ടിയാണ് 12, 12ൻ്റെ 3 ഇരട്ടിയാണ് 36. സോ ഇവിടെ വരുന്ന ഡിഫറൻസ്, അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ 3 ഇരട്ടി ആയിരിക്കും. 3 ഇരട്ടി എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 108. ഓക്കെ. സോ നോക്കിയേ, 18 + 36 ആണ് 54. സോ 18 + 108 ആയിരിക്കും എത്രയാണ്? 162. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ എമംഗ് ദ ദിസ്. ഇതെല്ലാം എന്താണ്? ജലാശയങ്ങളാണ് തന്നിരിക്കുന്നത്, വാട്ടർ ബോഡീസ്. ഇസ്ൻ്റ് ഇറ്റ് സോ? ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റിവറാണ്. കാരണം ഇതെന്താണ്? ഫ്ലോയിങ് ആണ്. ഇസ്ൻ്റ് ഇറ്റ് സോ? ഫ്ലോയിങ് ആണ്, ഫ്ലോയിങ് വാട്ടർ ബോഡിയാണ്. ബാക്കിയെല്ലാം എന്താണ്? അവിടെ തന്നെ നിൽക്കുന്ന, ആ പൊസിഷനിൽ നിൽക്കുന്ന ഇതിനെയാണ്. ഓക്കെ, അതിനെയാണ് ബാക്കിയെല്ലാം വരുന്നത്. ക്ലിയർ? അടുത്തത് ഓക്കെ. BEHKN അടുത്തതാണ് നമുക്ക് കാണേണ്ടത്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, പ്ലേസ് വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലേസ് വാല്യൂ ബിയുടെ എത്ര വരും? 2, ഇ എത്രയാ? 5, H 8, K 11, N എത്രയാണ്? 14. ഓക്കെ. സോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഓക്കെ, 3 കൂടി. അപ്പോൾ അടുത്തത് 3 കൂടി എത്രയായിരിക്കും? 17. 17 എന്ന് പറഞ്ഞാൽ ആരാണ് മോനെ? Q. ഓക്കെ, ഇല്ലെങ്കിൽ നോക്കിയേ, N, O, P, Q അല്ലേ? ഓക്കെ, N എത്രയായിരുന്നു? 14, 15, 16, 17. ഓക്കെ ആണോ? ശരി. സോ ഇതിൻ്റെ കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ പ്ലേസ് വാല്യൂ പഠിക്കാൻ വേണ്ടിയിട്ട്
ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്, പക്ഷേ അത് ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതിൽ തുടക്ക ഭാഗത്ത് ഈ കോഡിങ് ഡീകോഡിങ്ങിൻ്റെ പ്ലേസ് വാല്യൂ നമുക്ക് മറന്നു പോകാതെ പഠിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ എന്താ ആ വീഡിയോ ഒന്ന് കാണാൻ നോക്കുക. ഓക്കെ, അടുത്തത് ഹോബി എന്തായിട്ട് ചെയ്തിരിക്കുന്നത്? IOBY. അടുത്തത് ലോബി എന്തായിട്ട് ചെയ്തിരിക്കുന്നത്? MOBY. ഇനി ബോബിയുടെ കോഡാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം സിമിലർ പാറ്റേണിലാണല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കി, Y അതുപോലെ വന്നിട്ടുണ്ട്. 2 B എന്തായി മാറി? ഒരു B ആയിട്ട് മാറി. ഇസിൻറ്റ് ഇറ്റ് സോ? O അതുപോലെ വന്നിട്ടുണ്ട്. ഓക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കോഡിങ്ങിൽ എങ്ങനെയായിരിക്കും? Y വരും, B വരും, O വരും. അതിൽ സംശയമില്ലല്ലോ. ഓക്കെ ഓക്കെ, അടുത്തത് Hൻ്റെ പ്ലേസ് വാല്യൂ 8 ആണ്. Iയുടെ എത്രയാണ്? 9 ആണ്. Lൻ്റെ പ്ലേസ് വാല്യൂ 14 ആണ്. സോറി, L അല്ലേ? Lൻ്റെ പ്ലേസ് വാല്യൂ 12 ആണ്. എമ്മിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 13 ആണ്. ഓക്കെ, അതായത് തൊട്ടടുത്ത ലെറ്ററാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ബിയുടെ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? C. സോ ആൻസർ വിൽ ബി COBY. ഓക്കെ, A is in the north of B. A എന്ന് പറയുന്നത് നമുക്കറിയാം നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞതാ. ഇത് നോർത്താണ്, ഇത് സൗത്താണ്, ഇതെന്താണ്? വെസ്റ്റ്, ഇത് ഈസ്റ്റാണ്. ഇവിടെ വരുന്ന ആളെ നമ്മൾ എന്താ പറയുക? നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. ഇവിടെ വരുന്ന ആളെ നമ്മൾ എന്ത് പറയും? നോർത്ത് വെസ്റ്റ് എന്ന് പറയും. ഇവിടെ വരുന്ന ആളെ നമ്മൾ എന്ത് പറയും? സൗത്ത് വെസ്റ്റ് എന്ന് പറയും. ഇവിടെ വരുന്ന ആളെ നമ്മൾ എന്ത് പറയും? സൗത്ത് ഈസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം പറയുമ്പോൾ എന്താ? സൗത്ത് നോർത്തിനാണ് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇതെന്താണ്? സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. ഓക്കെ ഓക്കെ, ഇനി ഇവിടെ നോക്കി, A എന്ന് പറയുന്നത് ബിയുടെ നോർത്തിലാണ്. ഓക്കെ, ഇനി ആൻഡ് C ഈസ് ദ വെസ്റ്റ് ഓഫ് B. ആരുടെ? ബിയുടെ വെസ്റ്റിലാണ് C ഉള്ളത്. ഓക്കെ, ബിയുടെ വെസ്റ്റിലാണ് C ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡയറക്ഷൻ ഈസ് A വിത്ത് റെസ്പെക്ട് ടു C? ഓക്കെ, സിയിൽ നിന്ന് ഞാൻ എനെ നോക്കുമ്പോൾ എല്ലാ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയായിരിക്കും ഇവിടെ വരുന്നത്? ഇത് നോക്കി, സൗത്ത്. ഓക്കെ, ഇത് നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സീനെ വെച്ച് നോക്കുക. ഓക്കെ, സീനെ വെച്ചിട്ട് ഞാൻ എനെ നോക്കുക. നോക്കിയാൽ നമുക്കിതറിയാം, ഇത് നോർത്താണ്, ഇത് എന്താണ്? ഈസ്റ്റാണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു സി ഞാൻ നോക്കുമ്പോൾ ഇത് ഈസ്റ്റ്, ഇത് നോർത്ത്. സോ അങ്ങനെയാണെങ്കിൽ എയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സി എന്തായിരിക്കും മോനെ? നോർത്ത് ഈസ്റ്റ്. സോ ആൻസർ വിൽ ബി നോർത്ത് ഈസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും എന്താണ്? കോഡിങ് ഡീകോഡിങ് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. പ്ലേസ് വാല്യൂസിൻ്റെയാണ്. ഓക്കെ, സോ ഐയുടെ പ്ലേസ് വാല്യൂ ആണ് 9. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ യുവിൻ്റെ വാല്യൂ അവർ എഴുതിയിരിക്കുന്നത് 61. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും 61 കിട്ടിയിട്ടുണ്ടാവുക? സോ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് ഒന്ന് എഴുതി നോക്കുക. യുവിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. ഒയുടെ എത്രയാണ്? 15 ആണ്. യുടെ എത്രയാണ്? 21 ആണ്. സം ചെയ്തണം മോനെ. 25 + 15 40, 40 + 21 61. സോ ഇതിൻ്റെ സമ്മാണ് ഈ കാണുന്നത് എന്താ? 61. അങ്ങനെയാണെങ്കിൽ WEൻ്റെ പ്ലേസ് വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡബ്ല്യുവിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 23 ആണ്. ഇയുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5. സോ ആൻസർ വിൽ ബി 28. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ലോജിക്കൽ റീസണിങ്ങിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇത് വായിച്ചു നോക്കുക. വായിച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഓൾ ദ സ്റ്റുഡൻറ്റ് പാസ്ഡ് ദ എക്സാം. എല്ലാ കുട്ടികളും എക്സാം പാസ്സായി എന്ന് പറയുന്നു.
അതുപോലെ സം ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഗേൾസ്. ഓക്കെ, സോ ഒരു ക്ലാസ്സിൽ എന്താ പറയുന്നത്, എല്ലാവരും എന്താ, ഇപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിൽ പഠിക്കുകയെന്ന് വിചാരിക്കാം, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പാസ്സായി എന്ന് പറയുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ അവർ പറഞ്ഞിരിക്കുകയാണ് അതിൽ കുറച്ച് കുട്ടികൾ പെൺകുട്ടികളാണെന്ന് പറയുന്നു. ചിന്തിച്ചോ? ഓക്കെ, അത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വായിച്ചേ, സം ബോയ്സ് പാസ് ദ എക്സാം. ഇവിടെ കുറച്ച് ആണുങ്ങൾ പാസ്സായി എന്ന് മാത്രമാണോ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? കുറച്ച് ആൺകുട്ടികൾ മാത്രമാണോ പാസ്സായിരിക്കുന്നത്? അല്ല, എല്ലാവരും പാസ്സായിട്ടുണ്ട് അല്ലേ. കുറച്ച് ആൺകുട്ടികൾ മാത്രമല്ലല്ലോ പാസ്സായിരിക്കുന്നത്. കുറച്ച് ആൺകുട്ടികൾ പാസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സംശയം വരും, അപ്പോൾ വേറെ ബാക്കിയുള്ളവർ തോറ്റുപോയോ എന്നുള്ളത്. അങ്ങനെ ഒരു സംശയം നമുക്ക് വരേണ്ട കാര്യമുണ്ടോ? ഇസ്ന്റ് ഇറ്റ് സോ? സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും മോനെ? ഫസ്റ്റത്തെ കൺക്ലൂഷൻ എന്തായിരിക്കും? തെറ്റായിരിക്കും. ഇസ്ന്റ് ഇറ്റ് സോ? രണ്ടാമത്തെ വായിച്ചേ, ഓൾ ദ ഗേൾസ് സ്റ്റുഡൻറ്റ് ഫെയിൽ ദ എക്സാം. എല്ലാ പെൺകുട്ടികളും തോറ്റോ? ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. എല്ലാവരും പാസ്സായെന്ന് പറയുമ്പോൾ എല്ലാ പെൺകുട്ടികളും തോറ്റു എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? നൺ ഓഫ് ദ ബോയ്സ് പാസ്. ഓക്കെ, ഒരു ആൺകുട്ടികളും പാസ്സായില്ല എന്ന് പറഞ്ഞാലും എന്താണ്? തെറ്റാണ്. ഇസ്ന്റ് ഇറ്റ് സോ? നൺ ഓഫ് ദ ഗേൾസ് സ്റ്റുഡൻറ്റ് ഫെയിൽ ദ എക്സാം. ഒരു പെൺകുട്ടികളും തോറ്റിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയല്ലേ മോനെ? അല്ലേ? ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നൺ ഓഫ് ദ ഗേൾ സ്റ്റുഡൻറ്റ്, ഒരു പെൺകുട്ടികളും തോറ്റിട്ടില്ല എന്ന് പറയുന്നു. ശരിയാണ്. സോ ഈ പറയുന്ന ഓപ്ഷൻ ഇല്ല നമ്മുടെ ഇതിൽ. സോ ആൻസർ വിൽ ബി നൺ ഓഫ് ദ എബവ്. ക്ലിയർ? സോ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതിൽ പ്ലേസ് വാല്യൂസ് ഞാൻ പറഞ്ഞു, ആൽഫ ന്യൂമറിക് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഈ പറയുന്ന കോഡിങ് ഡീകോഡിങ്ങിൻ്റെ പ്ലേസ് വാല്യൂസ് എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടതിൻ്റെ വീഡിയോ ഉണ്ട്. ഇനി അതുപോലെ ഇതെല്ലാം കോഡിങ് ഡീകോഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? സോ അത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, HCFൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഡിവിസിബിലിറ്റിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ വരുന്ന വീഡിയോ ആണ്. ഓക്കെ, പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണുക. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, സിമ്പിളായിട്ട് ഓർത്തിരിക്കുന്ന വേണ്ട രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. കണ്ടാൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക്സ് പറയുന്ന ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി SSC ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതും നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം, നമ്മൾ ആദ്യം കണ്ട പ്രോബ്ലം ഉണ്ടല്ലോ, ഈ ടാപ്പിൻ്റെ പ്രോബ്ലം, സുഖമായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് അതിൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി ഇഷ്ടപ്പെട്ടു, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു വെരി മച്ച്.